ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡിൽ എങ്ങനെ സം, ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് എന്നീ ഫംഗ്ഷൻസ് ഉപയോഗിക്കുക എന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു എക്സാം മാർക്ക് ലിസ്റ്റ് ആണ് നമ്മളിവിടെ ജസ്റ്റ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഇത്രയും സബ്ജക്റ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഇത്രയും കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ഇതൊന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഡിസൈൻ, ലേഔട്ട് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഡിസൈനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ വീണ്ടും ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്നും കൂടെ അലൈൻ ചെയ്യാം, സെൽ അലൈൻമെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ റോൾ നമ്പർ 01 ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ നെയിം എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. സ്റ്റുഡൻറ്റിന്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം അഖിലിന് ഹിന്ദിയിൽ കിട്ടിയ മാർക്ക് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. 45, ഇവിടെ 35, മലയാളം, ഇംഗ്ലീഷിന് 48, ഇംഗ്ലീഷ് സെക്കൻഡ് 42, സെക്കൻഡ് ലാംഗ്വേജ് അത് ഇംഗ്ലീഷ്, അറബിക്ക്, ഉറുദു, സംസ്കൃതം എന്നിങ്ങനെയുള്ള ലാംഗ്വേജിൽ ഏതോ എങ്കിലും ആയിരിക്കും സാധാരണ കുട്ടികൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ അഖിലിൻ്റെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് നമുക്ക് ഇതിവിടെ ആഡ് ചെയ്യാം. പിന്നെ സയൻസിന് കിട്ടിയ മാർക്ക് അതും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ സോഷ്യലിന് കിട്ടിയ മാർക്ക്. ഓക്കെ, ഇത്രയും മാർക്കാണ് അഖിലിന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അഖിലിൻ്റെ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളിവിടെ ഫംഗ്ഷൻ നമ്മൾ സം ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണോ അതും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. സം, ആവറേജ്, അതുപോലെ മിനിമം, മാക്സിമം, പിന്നെ കൗണ്ട്. ഇതാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അഖിലിൻ്റെ നമ്മൾ നോക്കുന്നത് സം ആണ് നമ്മൾ നോക്കുന്നത്. അഖിലിൻ്റെ ടോട്ടൽ സം നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേ ഔട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോർമുല കിട്ടും. ഫോർമുലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ഈക്വൽ സം ലെഫ്റ്റ് ബ്രാക്കറ്റിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് എന്ന് ഇവിടെ വരാൻ കാരണം നമ്മളുടെ അഖിലിന് കിട്ടിയിരിക്കുന്ന മാർക്ക് നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അതിന്റെ സമ്മ് നോക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് അത് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് എന്ന് വരുന്നത്. ചില കേസിൽ നമുക്ക് ഇവിടെ എബവ് എന്ന് കാണാൻ പറ്റും. എബവ് എന്ന് കാണുന്നത് നമുക്ക് ഇവിടെ മുകളിലായിട്ട് അതിന്റെ മാർക്സ് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് എബവ് എന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 282 മാർക്സ് ആണ് ടോട്ടൽ അഖിലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റെഫറൻസ് വേണ്ടിയിട്ട് ജസ്റ്റ് സം എന്ന് അതുകൂടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പോകുന്നത് പിന്നെ രണ്ടാമത്തെ കോളത്തിലേക്കാണ്. അവിടെ നമുക്ക് വേറൊരു പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം, സനില
എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. സനിലയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഹിന്ദിയിൽ 48, മലയാളത്തിൽ 42, ഇംഗ്ലീഷിൽ 35, ഇംഗ്ലീഷ് സെക്കൻഡിൽ 40, സെക്കൻഡ് ലാംഗ്വേജ് 47, സയൻസിൽ 25, സോഷ്യൽ 18. ഇത്രയും മാർക്സാണ് സനിലയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സനിലയുടെ നമ്മൾ നോക്കുന്നത് ആവറേജ് ആണ്. ആവറേജ് നോക്കുന്നതിന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഫോർമുലയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റ് കിട്ടുന്നതിൽ നമുക്ക് സം എബവ് ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ സം, അതുപോലെ എബവ്. അപ്പോൾ നമുക്ക് സം അല്ല നമ്മൾ നോക്കുന്നത്, ഇവിടെ നമ്മൾ ആവറേജ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ആവറേജ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫോർമുല അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ബ്രാക്കറ്റിൽ നമുക്ക് ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ നമുക്ക് സനിലയുടെ ആവറേജ് മാർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യാം. ആവറേജ് എന്ന് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തായി പോകുന്നത് നമ്മൾ മാക്സിമം, ഒരു കുട്ടിക്ക് കിട്ടിയ മാക്സിമം മാർക്ക് അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അലി, ജസ്റ്റ് നമ്മൾ അലി എന്നൊരു പേര് നമ്മളിവിടെ കൊടുക്കുകയാണ്. 25 മാർക്ക് അലിക്ക് കിട്ടിയത്. 48 മാർക്ക് അലിക്ക്, ഇവിടെ 47 മാർക്ക്, ഇവിടെ 32 മാർക്ക്, 25, 18, 17. അപ്പോൾ അലിയുടെ മാക്സിമം മാർക്ക്, അലിക്ക് ഈ സബ്ജക്റ്റിൽ കിട്ടിയ മാക്സിമം മാർക്ക് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. അതിന് നമ്മൾ ഫോർമുലയിൽ പോയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫങ്ഷൻസ് അതിൻ്റെ ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ അലിയുടെ മാക്സിമം മാർക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അലിക്ക് കിട്ടിയ മാക്സിമം മാർക്കാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ ബാക്ക് സ്പേസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ മാക്സ് എന്നുള്ളതിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അലിക്ക് കിട്ടിയ മാക്സിമം മാർക്ക്, ഈ സബ്ജക്റ്റ് എക്സാമിൽ കിട്ടിയ ഏത് സബ്ജക്റ്റാണോ മാക്സിമം മാർക്ക് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അലിക്ക് കിട്ടിയിരിക്കുന്നത് 48 ആണ്. അപ്പോൾ അലിയുടെ 48 നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റെഫറൻസിന് മാക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മിനിമം നോക്കുന്നതിനാണ്. അത് നമുക്ക് ഇവിടെ വേറെ സ്റ്റുഡൻറ്റിൻ്റെ പേര് നമുക്ക് ആഡ് ചെയ്യാം. ജോസഫ് എന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ജോസഫിന് കിട്ടിയിരിക്കുന്ന മാർക്ക് നമുക്ക് ഇവിടെ 42, 15, 3 മാർക്സാണ് ജോസഫിന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജോസഫിന്റെ മിനിമം ഏത് മാർക്കാണ് ജോസഫിന് കുറഞ്ഞ മാർക്ക് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഫോർമുല നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു. നമ്മളിവിടെ മിനിമം എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുത്തു. ജോസഫിന് ഏറ്റവും കുറഞ്ഞ മാർക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 15 ആണ്. 15 ആണ് ജോസഫിന് ഈ എക്സാമിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെഫറൻസിന് വേണ്ടിയിട്ട് മിനിമം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇനി കൗണ്ട് നമുക്ക് പഠിക്കാം. അതിൽ നമുക്ക് റഹ്മാൻ എന്ന പേരുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. റഹ്മാൻ കിട്ടിയ മാർക്സ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റഹ്മാന് കിട്ടിയ മാർക്സ് ആണിത്. അപ്പോൾ അതിൽ എത്ര വാല്യൂസ് ഇവിടെ ഉണ്ട്, എത്ര എക്സാം അല്ലെങ്കിൽ എത്ര പേപ്പേഴ്സ് ആണ് റഹ്മാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം, കൗണ്ട് ചെയ്യാം. വലിയൊരു ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് എക്സലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫോർമുലയിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം ഏതാണ് വേണ്ടത്, കൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് ചൂസ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന്
എബവ് എന്നുള്ളത് ഇത്രയും നമ്മൾ ബാക്ക് സ്പേസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ലെഫ്റ്റ് എന്ന് നമ്മൾ എഴുതി എൻ്റർ കൊടുത്തു. അപ്പോൾ ടോട്ടൽ 7 വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സം, ആവറേജ്, മിനിമം, മാക്സിമം കൗണ്ട് എന്നിവ കാണുന്നത്. നമുക്ക് ഇവിടെ മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുകൂടെ നമുക്ക് എഴുതാം. മാർക്ക് ഒബ്റ്റൈൻഡ്. എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് സെൽ അലൈൻമെന്റിൽ ചെയ്യാം. അതുപോലെ നമുക്കൊന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് അതിന് വളരെ പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അത് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് സെന്റൻസ് കേസ് നമ്മൾ ഇത് മാറ്റുകയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ അത് കറക്റ്റ് ആയിട്ടില്ല. സെന്റൻസ് കേസിൽ നമുക്ക് ഇവിടെ അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അതും കൂടെ നമുക്ക് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആവറേജ് കഴിഞ്ഞ് സ്പേസ് കൊടുക്കാം. മിനിമം സ്പേസ്, മാക്സ് സ്പേസ്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതൊന്ന് കൺട്രോൾ ബി, ഇത് രണ്ടും കൂടെ ഒന്ന് കൺട്രോൾ ബി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് കൗണ്ട് എന്നും കൂടെ നമുക്ക് എഴുതാം. ഓക്കെ, കൗണ്ട് എന്നുകൂടെ നമ്മൾ എഴുതി. അപ്പോൾ നമുക്കിത് നേരത്തെ സേവ് ചെയ്ത് വെച്ച ഒരു ഫയൽ ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സേവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളത് കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിരുന്നു മാർക്ക് ലിസ്റ്റ്. ഓക്കെ, അത് കൂടാതെ ഞാൻ നിങ്ങളോട് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ആണ്, നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 1 എന്ന് എഴുതിയതിനു ശേഷം ST സ്പേസ് ഇടാതെ ST എന്ന് തന്നെ എഴുതി സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ, സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എന്ന് നമ്മൾ ആ ST സ്മോൾ ആയിട്ട് മുകളിലോട്ട് പോകും. അതുപോലെ നമ്മൾ സെക്കൻഡ് എന്ന് എഴുതുന്ന സമയത്തും അതുപോലെ തന്നെ സെക്കൻഡ് 2 എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് 2ND. ഓക്കെ, സ്പേസ് ബാർ അടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് എന്നങ്ങനെ മുകളിലോട്ട് പോകും. അതുപോലെ തേർഡും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RD എന്നിട്ടിട്ട്, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഇവിടെ ഇംഗ്ലീഷ് സെക്കൻഡ്, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് എഴുതിയ സമയത്ത് ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അതും കൂടെ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് നമ്മളിത് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് കൺട്രോൾ N അടിച്ചിട്ട് നമുക്ക് പുതിയ പേജ് ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇത് നമ്മുടെ ടാസ്ക് ബാറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിന് ചെയ്യേണ്ടത് വിൻഡോസിൽ പോയി മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്തതിനു ശേഷം മൈക്രോസോഫ്റ്റ് എക്സൽ, അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് ഏതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്തത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ പോയതിനു ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പിൻ ടു സ്റ്റാർട്ട് എന്നതിൽ പോവുക, അല്ലെങ്കിൽ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിൻ ടു ടാസ്ക് ബാർ എന്ന് വരും. ഓക്കെ, അപ്പോൾ പിൻ ടു ടാസ്ക് ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ വരും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വിൻഡോസ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള
വേർഡ് ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓപ്പൺ ആവും. ഡെസ്ക്ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ടാസ്ക് ബാറിലുള്ള എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.